ദേശീയ സംസ്ഥാനതല എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ ആദരം 10 ലക്ഷം രൂപയുടെ വരെ സ്കോളർഷിപ്പുകളാണ് ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് കൈമാറിയത്. 1000-ലധികം വിദ്യാർത്ഥികളെയാണ് എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ ടെക് കോൺക്ലേവ് 2026 അനുമോദിച്ചത്. JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, കീം പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ 1000-ലധികം വിദ്യാർത്ഥികളെയാണ് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ അനുമോദിച്ചത്. വിക്ടറി ഡേ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കീം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ റോഷൻ രാജുവിന് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും സമ്മാനിച്ചു. 2ാം റാങ്ക് നേടിയ ധ്യാൻ തേജ് മണപ്പാട്ടിക്ക് 5 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും. JEE മെയിൻ പരീക്ഷയിൽ സംസ്ഥാനത്ത് 1ാം റാങ്ക് ജേതാവായ നിരഞ്ജൻ ജെ പിള്ളയ്ക്ക്, കീം പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ വിസ്മയ KRനും 4 ലക്ഷം രൂപ വീതവും ഗോൾഡ് മെഡലുകളും സമ്മാനിച്ചു. ഇത്തരത്തിൽ 300-ലധികം പേർക്കാണ് സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും ലഭിച്ചത്. ഞങ്ങളുടെ 42 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് ഒരു 20 വർഷമായിട്ട് കേരളത്തിലെ 1ാം റാങ്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് റാങ്കുകൾ ഈ വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ 1 മുതൽ 20 വരെ റാങ്കുകൾ ബ്രില്യൻ്റാണ്. നേരത്തെ ഞങ്ങൾക്ക് പാലായിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ 8 സെൻറ്ററുകളിലായിരിക്കുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. ഒപ്പം ഞങ്ങൾ ഏതാണ്ട് സ്കൂൾ ബേസ് 32ഓളം സ്ഥലങ്ങളിലും ഇതേ പ്രോഗ്രാം നടക്കുന്നുണ്ട്. കേരളത്തിലും ഇന്ത്യക്ക് വെളിയിൽ പോലും ഞങ്ങളുടെ ബാച്ചുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണി MP, ഫ്രാൻസിസ് ജോർജ് MP, മാണി സി കാപ്പൻ MLA ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ വിക്ടറി ഡേയുടെ ഭാഗമായി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.